ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 4-5 മാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗ്, ഫാമിലി വ്ളോഗായിട്ട് ഇതാണ് ഫസ്റ്റ് ആയിട്ട് ഇടുന്നത്. വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ ഷോർട്സും അതുപോലെ തന്നെ ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് അങ്ങനെ ഇടാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ തീരെ ഇട്ടിട്ടില്ല എന്നല്ല, ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങനെ ഇടാലോ എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫാമിലി വ്ളോഗായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ പേര് ജംഷീർ എന്നാണ്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ ജംഷീർ ചെരിപ്പൂർ എന്നാണ്. പിന്നെ ഇവളുടെ പേര് മുഹ്സിന നസ്രീൻ. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്, ഒരു 3 വയസ്സാകാനുള്ള കുട്ടിയുണ്ട്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കൊപ്പം ആമയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. പിന്നെ ഇവളുടെ വീട് കൊപ്പം ആമയൂരാണ്. പക്ഷേ ഇവളുടെ ഉപ്പാൻ്റെ വീട് വരുന്നത് ചെന്നൈ കാട്ട്പാടി പറഞ്ഞ സ്ഥലത്താണ് ഉപ്പാൻ്റെ വീട് വരുന്നത്. അപ്പം അങ്ങോട്ട് അങ്ങനെ ഇടക്കും തലക്കൊക്കെ പോക്കുള്ളൂ. കുറച്ച് ദൂരമുണ്ട്, ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ 8 മണിക്കൂറിൻ്റെ ദൂരമുണ്ട് നമുക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇടക്കും തലക്കൊക്കെ പോക്കുള്ളൂ. ഇനിയിപ്പോൾ പെരുന്നാളായിട്ട് പോകണം വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി പെരുന്നാളായിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ വ്ളോഗ് ഞങ്ങൾ എന്തായാലും ഉണ്ട്. അപ്പം എൻ്റെ ജീവിതകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു കഥയാണ്. അപ്പോൾ ഞാൻ എനിക്കൊരു 20 വയസ്സുള്ളുമ്പോഴാണ് ഞാൻ ഗൾഫിക്ക് പോണത്. അപ്പോൾ ഗൾഫിക്ക് പോണതിൻ്റെ മുന്നേ എനിക്ക് വെള്ളപ്പത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെള്ളപ്പം ഉണ്ടാക്കാൻ പോയിരുന്നു. ഒരു രാവിലെ ഒരു 3 മണി മുതൽ ഒരു സ്കൂളിൽ പോണ സമയം ഒരു 7 മണി 7:30 വരെയൊക്കെ ഞാൻ വെള്ളപ്പത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂൾ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് +2 വരെ ഞാൻ പഠിച്ചത്. +2 വരെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചൊക്കെ ഇവിടെ നാട്ടിൽ ഈ വണ്ടി ഓടിക്കുന്ന പണിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പോയി. പിന്നെ പെയിൻറ്റിങ്ങിന് പോയിരുന്നു. ഇതിൻ്റെ ഇടയിലൊക്കെ പെയിൻറ്റിങ്ങിനും പോയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പിന്നെ ലുലുവിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവണേ. ലുലുവിൻ്റെ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഞാനങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി. പിന്നെ അതിന് പിന്നെ ഒരു ഏകദേശം 1 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ പിന്നെ ലുലുക്ക് പോണത്. ലുലുക്ക് പോകുമ്പോൾ എനിക്ക് ഏകദേശം വയസ്സ് 20 വയസ്സാണ്. അപ്പോൾ 20ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോണത്. ഏകദേശം ഞാൻ ഗൾഫിൽ മൊത്തത്തിൽ ഇപ്പോൾ ഒരു 8 കൊല്ലത്തിൻ്റെ അടുത്ത് ഞാൻ ഗൾഫിലുണ്ടായിരുന്നു. ഒരു 6-7 കൊല്ലത്തോളം ഖത്തറിലും, പിന്നെ അവിടുന്ന് ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് ഞാൻ ബഹ്റൈനിലും ഉണ്ടായിരുന്നു. അപ്പോൾ 5 കൊല്ലം ഞാൻ ഉണ്ടായിരുന്നു. 5 കൊല്ലം ഞാൻ പണിയെടുത്തിരുന്നത് ലുലുവിലായിരുന്നു. ലുലുവിലാണ് വർക്ക് ചെയ്തിരുന്നത്. ലുലുവിലത്തെ വർക്കും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ശമ്പളത്തോണ്ട് അങ്ങനെ എത്താത്തത് കാരണം നമുക്ക് ശമ്പളം ഒന്നിനും പോരായിക വരുന്നത് കൊണ്ട് ഞാൻ അവിടുന്ന് വേറെ ജോലി നോക്കി. പിന്നെ ഞാൻ ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്കൗട്ട് ഉണ്ടായിരുന്നു. മറ്റേ ബോഡി ബിൽഡിങ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതേപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിമ്മിൻ്റെ വർക്കൗട്ട് അങ്ങനെ ജിമ്മിന് പോകും. ജിമ്മിനോട് നല്ല ക്രൈസാണ്. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ലുലു നിൽക്കുന്ന സമയത്ത് തന്നെ മറ്റേ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ലുലു പോകുമ്പോൾ തന്നെ ഉണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് 12 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി ഞാൻ 1-1.5 മണിക്കൂർ പോയിട്ട് വർക്കൗട്ട് ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോണ ജിമ്മിലാണ് പിന്നെ എനിക്ക് ട്രെയിനറായിട്ട് അവർ എന്നോട് പറഞ്ഞ് ട്രെയിനറായിട്ട് നിൽക്കാൻ താല്പര്യം ചോദിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ട്രെയിനറായിട്ട് മാറുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളം ഞാൻ ലുലു ഉണ്ടായിരുന്നു. 5 വർഷത്തിന് ശേഷം ഞാൻ അവിടുന്ന് ക്യാൻസലാക്കി പോന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ജിമ്മിലേക്ക് കയറുകയുണ്ടായി. ജിമ്മിൽ പോയിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവർ പുതിയതായിട്ട് ജിമ്മ് ഓപ്പൺ ആക്കിയായിരുന്നു. അപ്പോൾ ആ ജിമ്മിൽ പോയിട്ട് ആ ജിമ്മിൽ ഞാൻ നിന്ന് ആ ജിമ്മിൽ നിൽക്കുന്നതോട് കൂടിയിട്ടാണ് പിന്നെ ഏകദേശം ഞാൻ പോയിട്ട് ഒരു 4-5 മാസം ആകുമ്പോഴേക്കും പിന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ എല്ലാ ജിമ്മും എല്ലായിടത്തും ക്ലോസ് ചെയ്തില്ല. അപ്പോൾ അതുപോലെ ജിമ്മും ക്ലോസ് ചെയ്ത് പിന്നെ പണിയെടുക്കാൻ പറ്റാണ്ടായി. ഏകദേശം ഒരു 7-8 മാസത്തോളം ഞാൻ അവിടെ ഖത്തറിലാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഖത്തർക്ക് പോണതിൻ്റെ മുന്നേ, അതായത് വന്നിട്ട് ലീവ് ക്യാൻസലാക്കി പോണതിൻ്റെ മുന്നേ ഞാൻ കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ 1 വർഷത്തെ ഒരു വർഷം ഉറപ്പിക്കുക ആ സമയം കൊണ്ടാണ് ഞാൻ ജിമ്മിൽ പോയിട്ട് 1 വർഷം നിന്നിട്ട് വരാമെന്നുള്ള പ്ലാനിൽ പോയതാണ്. അപ്പോൾ പോയോട് കൂടിയിട്ട് പിന്നെ കൊറോണ സ്റ്റാർട്ട് ചെയ്ത് കൊറോണ വന്ന് നോക്കുമ്പോൾ പിന്നെ മൊത്തം ലോക്കായി. പിന്നെ കല്യാണം അങ്ങനെ 1 വർഷമുള്ളത് ഏകദേശം 1.5 വർഷമൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നീണ്ട്. അപ്പോൾ കൊറോണ കാരണം പിന്നെ പണിയൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. എല്ലാം ക്ലോസ് ചെയ്ത കാരണം പിന്നെ അങ്ങനെ അവിടെ ലോക്കായാലുണ്ടായി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊറോണ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞാൻ അവിടുന്ന് വരുന്നതും പിന്നെ കല്യാണമൊക്കെ കഴിക്കുന്നതൊക്കെ. അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് പിന്നെ അങ്ങനെ ആളുകളെ കൂട്ടാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ചെറിയ തോതിലുള്ള കല്യാണമാണ് കഴിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കൊറോണ തന്നെ ആയിരുന്നു. പിന്നെ കൊറോണ വരിക പോവുക നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ളതായിരുന്നു. പിന്നെ അപ്പോൾ കല്യാണം അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ മോന്. ഇവനിക്ക് ഏകദേശം ഇപ്പോൾ 3 വയസ്സാവണ്.
അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷം ആവാനായി. അപ്പോൾ എനിക്ക് 2.5 വയസ്സ് കഴിഞ്ഞിരിക്കണം ഇപ്പോൾ. അപ്പോൾ പിന്നെ കൊറോണ കഴിഞ്ഞ് ഇവിടെ നിന്ന് കൊറോണയിൽ ഇങ്ങനെ ലോക്കായി പിന്നെ ഗൾഫിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം ഒരു 3 വർഷത്തോളം 3 വർഷത്തിൻ്റെ മുകളിലായിട്ട് ഞാൻ പിന്നെ നാട്ടിൽ തന്നെ ആയിരുന്നു. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ആയിരുന്നു. പിന്നെ അതിലിടക്ക് പിന്നെ ഒരു ഇതേപോലെ ജിമ്മും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോഴും കറക്റ്റായിട്ട് ജിമ്മിന് പോയിരുന്നു. അങ്ങനെ എന്നുമില്ലെങ്കിലും ജിമ്മിന് പോയിരുന്നു. അപ്പോൾ ജിമ്മായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ ജിമ്മിന് മറ്റേ നമ്മൾ ശരീരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ കൊണ്ടുപോയിട്ട് കളയാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ജിമ്മും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ കൊറോണ കാരണം പിന്നെ നമുക്ക് ജിമ്മിലേക്കൊന്നും പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ പുറത്തേക്കൊന്നും നോക്കാൻ പറ്റിയിരുന്നില്ല. കൊറോണ തന്നെ അല്ലായിരുന്നു. മറ്റേ പൂട്ടുക തുറക്കുക അങ്ങനെ ആയിട്ട് പിന്നെ അങ്ങനെ ഒരു ലോക്കായി. പിന്നെ ഇവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് മുന്നേ എനിക്ക് നമ്മുടെ ഒരു ജിമ്മിലേക്ക് തന്നെ പിന്നെ ഒരു വേക്കൻസി കിട്ടി. നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു മാമൻ്റെ ജിമ്മിലേക്ക് കിട്ടി. അപ്പോൾ അവിടെ പോയിട്ട് ഏകദേശം ഒരു വർഷത്തിനടുത്ത് ഞാൻ അവിടെ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴും ഒന്നാണ്ട് സെറ്റായില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് പോന്നു. ഇപ്പോൾ പോന്നിട്ട് ഏകദേശം ഒരു 5-6 മാസമായി. 5-6 മാസത്തിൻ്റെ മുകളിലായി. അപ്പോൾ ഇപ്പോഴും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ പിന്നെ മുന്നേ ഒരു ചാനൽ മറ്റേ കൊറോണ സമയത്ത് ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അന്ന് ഈ ഫോണും കാര്യങ്ങളൊന്നും ക്ലിയർ ഇല്ലാത്ത കാരണം പിന്നെ അതങ്ങനെ ഫ്ലോപ്പായി പോയി. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവളുടെ ഒരു നിർബന്ധ പ്രകാരമാണ് പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളെന്തായാലും ഇങ്ങനെ അപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് എല്ലാവരും ഒരു ചാനൽ തുടങ്ങിയിട്ട് ഓരോന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാമല്ലോ എന്നുള്ള ലെവലിൽ അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഒരു ചാനൽ തുടങ്ങിയതാണ്. തുടങ്ങിയതിന് ശേഷം ഇതേപോലെ നമുക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. കാരണം ഈ പണിയുടെ തിരക്കും കാര്യങ്ങളും അതുപോലെ തന്നെ അതിനുള്ളൊരു സമയം ഒത്തു വരാത്തതുകൊണ്ട് അങ്ങനെ പറ്റിയില്ല. ഇപ്പോൾ ഇങ്ങനെ ഫാമിലി വ്ളോഗ് കാര്യങ്ങളൊന്നും ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ മോന്. അപ്പോൾ മോന് അവിടെ നിന്ന് കളിക്കുകയാണ്. ചളിയിൽ കിടന്നു ആകെ ഉരുണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ പാടത്താണുള്ളത്. ഞങ്ങളെ നേരെ വീടിൻ്റെ താഴത്ത് പാടാണ്. നല്ല വ്യൂ ഉള്ള പാടാണ്. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ചിങ്ങനെ വരൽ തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോഴൊക്കെ വെള്ളം നന്നായി പൊന്തും. ഇവിടെ ഫുള്ള് ഇങ്ങനെ പുഴ മാതിരിയൊക്കെ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇൻഷാല്ലാ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞിരിക്കണ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കയ്യിലാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് നമ്മുടെ ചാനലിൽ മുന്നോട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് വേണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം 600 ചില്ലർ സബ്സ്ക്രൈബർ ഇപ്പോൾ ആയിരിക്കുന്നത്. വീഡിയോസൊന്നും അങ്ങനെ ഇട്ടിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഇപ്പോൾ ഞങ്ങളങ്ങനെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം അതിപ്പോൾ കുഴപ്പമില്ലാത്തൊരു ലെവലിൽ ഇപ്പോൾ 600 ചില്ലർ സബ്സ്ക്രൈബർ നമുക്കുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബറും വ്യൂസൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും സബ്സ്ക്രൈബും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് തന്നെ വേണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം.